പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കുറേ കാലമായിട്ട് ഈ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു മറുപടി, ഒരു വിശദീകരണമൊക്കെയാണ് തരുന്നത്. അതായത് ലവണദീപം, ഉപ്പ് ദീപം ഇതെങ്ങനെയാണ് തെളിയിക്കുന്നത്, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെയാണ് പൊതുവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലവണം അഥവാ ഉപ്പ് നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷത്തിലുള്ള നെഗറ്റീവുകളെ എല്ലാം മാറ്റിയെടുക്കാൻ വളരെ ഗുണപ്രദമായിട്ടുള്ള ഒന്നാണ് നമുക്കറിയാം. വീടിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്, ഓറ ക്ലൻസിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപ്പിനെ പല രീതിയിൽ ഉപയോഗിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഉപ്പ് ദീപം അഥവാ ലവണദീപം എന്ന് പറയുന്നത് നമ്മുടെ പണ്ട് കാലം തൊട്ട് തന്നെ നമ്മുടെ വിശ്വാസികൾ ആചരിച്ചു പോന്നിരുന്നതാണ്. പക്ഷെ അത് നമ്മുടെ ഭാരതത്തിൽ മാത്രമല്ല, ഭാരതത്തിന് പുറത്തും പലയിടങ്ങളിലും ഉപ്പ് ദീപം എന്ന് പറയുന്നത് തെളിയിച്ചു പോന്നിരുന്നു. ഇത് പ്രധാനമായിട്ടും വീട്ടിൽ ബാധിച്ചിരിക്കുന്ന വിപരീത ശക്തികളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. ദൃഷ്ടിദോഷം എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ ഒഴിയുന്നതിന് വേണ്ടിയിട്ടാണ്. ശത്രുദോഷം ആദ്യമായ കാര്യങ്ങൾ ഒഴിയുന്നതാണ്. വീട്ടിനകത്ത് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ തിങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് മാറുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള പൊതുഫലങ്ങളാണ്. മാത്രമല്ല, ഈ ഉപ്പ് ദീപത്തിന് വ്യത്യസ്തമായ രീതിയിൽ തെളിയിക്കുമ്പോൾ അതില് ഈ ധന ആകർഷണപരമായിട്ടുള്ള കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഒരു ഗൃഹത്തില് എത്രയൊക്കെ ആയാലും ചെലവ് കുറയുന്നില്ല, എപ്പോഴും ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അവിടുത്തെ ധനരാശി എപ്പോഴും ഊർജ്ജസ്വലമല്ലാതെ ഇരിക്കുന്നതിൻ്റെ ഒരു കാരണമാണ്. അപ്പൊ ഈ ലവണദീപം തെളിയിക്കുന്നതോടുകൂടി ആ ഭാവത്തിന് അല്ലെങ്കിൽ ആ രാശിക്ക് വളരെ ഗുണങ്ങൾ സംഭവിക്കുന്നു എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഉപ്പ് ദീപത്തിന് ഒരുപാട് മേന്മകൾ പറയുന്നുണ്ട്. ചിലപ്പോൾ വളരെ ടെൻഷനായിട്ടിരിക്കുന്ന ആൾക്കാർ ഉപ്പ് ദീപം തെളിയിക്കുമ്പോൾ അവരുടെ ടെൻഷനൊക്കെ മാറിയിട്ട് ജീവിതം കുറച്ചുകൂടി ഉത്സാഹഭരിതമാക്കി മാറ്റാനും അവർക്ക് പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ ലഭിക്കാനും കാണുന്നുണ്ട്. മാത്രമല്ല, തൊഴിലിൽ തടസ്സം ഉണ്ടാകുന്നവര്, അങ്ങനെ നിരവധിയായിട്ടുള്ള മനുഷ്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടേറെ പ്രയാസങ്ങൾക്ക് നല്ലൊരു പോംവഴിയാണ് ഉപ്പ് ദീപം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു കുഴപ്പം പറ്റിപ്പോകുന്നത്, ഉപ്പ് ദീപം തെളിയിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ഒരുപാട് വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ പറ്റും. അപ്പൊ ഓരോന്നിലും ഓരോ രീതികൾ പറഞ്ഞിരിക്കുമ്പോൾ ഈ കാഴ്ചക്കാർക്ക് ഇതിൽ ആകെ കൂടി കൺഫ്യൂഷൻ ആവും. ഇതിൽ ഏതാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അവരുടെ ഒരു കൺഫ്യൂഷന് കാരണം. ശരിക്കും പറഞ്ഞാൽ ഇതിന് നിയതമായിട്ടുള്ളൊരു രീതി എന്നുള്ളത് പറഞ്ഞിട്ടില്ല. കാര്യം ഓരോ ദേശത്തിനും ഓരോ സംസ്കാരത്തിനനുസരിച്ച് ഓരോ രാജ്യങ്ങളിൽ പടർന്നു കിടക്കുന്ന കാര്യമാണല്ലോ. ഇപ്പൊ ചൈനയിൽ ചെയ്യും പോലെ ആയിരിക്കില്ല ടിബറ്റിൽ ചെയ്യുന്നത്. അങ്ങനെ ഭാരതത്തിൽ തന്നെ പല പ്രവിശ്യകളിൽ പല രീതിയിലാണ് അത് ചെയ്തു വരുന്നത്. പക്ഷെ ഇതിന്റെ എല്ലാം ആൻസർ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുക, നെഗറ്റീവായിട്ടുള്ള തലങ്ങൾ മാറിക്കിട്ടുക എന്നുള്ളതാണ്. എന്നാൽ ചില യൂട്യൂബ് ചാനലുകളൊക്കെ ഇത് തരുന്നതിനേക്കാളും അപ്പുറമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയും. ഇത് തെളിയിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങളുടെ വീടിന് മുഴുക്കെ ധനം കൊണ്ട് നിറയും എന്നുള്ള രീതിയിലൊക്കെ ചിലർ പറയുന്നത് കേൾക്കാം. അത് എത്രത്തോളം കറക്റ്റ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരളവോളം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടാൻ ഇത് വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ചില വ്യക്തികൾ സാമ്പത്തികപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പറയുകയാണ്, നിങ്ങളിങ്ങനെ ചെയ്യൂ, ഈ വിധാനത്തിൽ ചെയ്യൂ, നിങ്ങളുടെ പ്രയാസത്തിനൊരു കുറവ് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നിരീക്ഷിച്ച് എൻ്റെ അടുത്ത് പറയൂ എന്ന് പറയും. അപ്പോൾ അവിടുന്ന് പോയിട്ട് അവർ ആ രീതിയിൽ ചെയ്ത് നോക്കിയിട്ട് പറയും, ഇപ്പൊ എനിക്കൊരു ആശ്വാസമുണ്ട് എന്ന് അവർ നമ്മുടെ അടുത്ത് പറയുമ്പോഴാണ് ആ റിസൾട്ടിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ എനിക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരുടെ കാര്യം എനിക്ക് പറയാനുണ്ട്. ഇങ്ങനെ ഉപ്പ് ദീപം ഞാൻ പറയുന്ന പ്രകാരം തെളിയിച്ചപ്പോൾ ഗുണം കിട്ടിയത്, മറ്റുള്ള രീതിയിൽ തെളിയിച്ചപ്പോൾ ഗുണം കിട്ടിയവരുണ്ടാവാം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും ഗുണപരമായിട്ടുള്ള മറ്റു വ്യക്തികളിൽ പരീക്ഷിച്ച് നോക്കിയപ്പോൾ ഒരു നേർക്കാഴ്ച കിട്ടിയ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇതൊന്ന് ചെയ്തു നോക്കാം കേട്ടോ. ഇനി ഒരു വിശ്വാസിയോ അവിശ്വാസിയോ എന്താവട്ടെ. കാര്യം പാരമ്പര്യമായ രീതിയിൽ നമ്മുടെ ഹൈന്ദവ വേദങ്ങളിലോ അല്ലെങ്കിൽ മറ്റൊന്ന് പെടാതെ ചില സംസ്കാരത്തിലും നാട്ടറിവുകളിലുമായിട്ട് കുടുങ്ങിക്കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിന് വലിയ സാധ്യതകളാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിത് എപ്രകാരമാണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ചെയ്യൂ. അതിൻ്റെതായ ഗുണം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ ഉപ്പ് ദീപം തെളിയിക്കാൻ നമുക്ക് വേണ്ടത് 3 മൺചിരാതുകളാണ്. ഈ മൺചിരാതുകൾ 3 നമ്മൾ പുതിയത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. 3 മൺചിരാതുകളിൽ
നമ്മൾ കുറച്ച് ഉപ്പിടണം. ഈ ഉപ്പ് എന്ന് പറയുന്നത് കല്ലുപ്പ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. പൊടിയുപ്പല്ല, കല്ലുപ്പ് നമുക്കുണ്ട് കിട്ടുമല്ലോ, അത് ആണ് ഇടേണ്ടത്. എന്നിട്ട് അതിൻ്റെ പുറത്ത് തിരിയിട്ട് എള്ളെണ്ണ ഒഴിച്ച് അഥവാ നല്ലെണ്ണ ഒഴിച്ചിട്ടാണ് ഇത് തെളിയിക്കേണ്ടത്. ഇത് സാമാന്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം. 3 ചിമിഴി എടുക്കുന്നു, 3 ചിമിഴിയിൽ കല്ലുപ്പിടുന്നു. അത് നിറയൊന്നും വേണ്ട, കുറച്ച് മതി കേട്ടോ. എന്നിട്ട് തിരിയിടുന്നു. തിരി 2 എണ്ണം ചേർത്ത് ഇടുക എന്നുള്ളതാണ് കേട്ടോ. ഒറ്റ തിരിയല്ല, 2 എണ്ണം ചേർത്തിടുക എന്നുള്ളത് ശ്രദ്ധിക്കുക. ഒരു തിരി പിരിച്ച് 2ആയിട്ട് ഇട്ടാലും മതി, അങ്ങനെ ഇട്ടാലും മതി. അങ്ങനെ 3 വിളക്കിലും ഇടുന്നു. എള്ളെണ്ണ അഥവാ നല്ലെണ്ണ ഒഴിക്കുന്നു. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് നേരിട്ട് നിലത്തല്ല വയ്ക്കേണ്ടത്. പകരം ചെറിയ ബൗളുകളില്ലേ, ആ ബൗളുകളിൽ കുറച്ച് ഉപ്പ് ആദ്യം ഒരു ബേസ് ആയിട്ട് ഇടണം. അതിൻ്റെ അകത്തും കുറച്ച് ഉപ്പ് നിറയ്ക്കണം. 3 ബൗളുകളിൽ ഉപ്പ് നിറച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ചിമിഴ് അഥവാ ഇടിഞ്ഞ് എന്ന് പറയുന്ന ഈ കാര്യം, നമ്മൾ മൺചിരാതെന്ന് പറയില്ലേ, അത് വയ്ക്കേണ്ടത്. അത് എപ്പോഴും സന്ധ്യാസമയത്താണ് നമ്മളിത് തെളിയിക്കേണ്ടത്. ഒരു വെള്ളിയാഴ്ച ദിവസമാണ് തെളിയിക്കേണ്ടത്. ഈ ഉപ്പ് വിളക്കിൽ 2 എണ്ണം കിഴക്കോട്ടും 1 എണ്ണം പടിഞ്ഞാറ്റേക്കും വരുന്ന രീതിയിൽ ക്രമീകരിക്കണം. 2 എണ്ണം കിഴക്കോട്ടായിരിക്കണം, 1 പടിഞ്ഞാറ്റേക്കായിരിക്കണം. അതായത് നമ്മുടെ പൂജാമുറിയിലോ നമ്മുടെ ഉമ്മറത്തോ എവിടെ വേണമെങ്കിലും നമുക്കിത് തെളിയിക്കാം. പ്രധാനമായിട്ടും നിലവിളക്ക് തെളിയിച്ചതിന് ശേഷമാണ് ഇത് തെളിയിക്കേണ്ടത്. വേറൊരു കാര്യം അറിയണം, ചൊവ്വയോ വെള്ളിയോ ആയിരിക്കണം ആദ്യമായിട്ട് ഉപ്പ് വിളക്ക് തെളിയിക്കേണ്ടത്. ശനിയാഴ്ച ഉപ്പ് വിളക്ക് ആദ്യമായി തെളിയിച്ചു തുടങ്ങാൻ ശുഭകരമല്ല. ആദിത്യന്റെ ദിവസമായ ഞായറാഴ്ചയിൽ തുടങ്ങാവുന്നതാണ്. സന്ധ്യാസമയത്താണ്, അതായത് വൈകുന്നേരം 6 മണിക്കും 6:45 ഇടയ്ക്ക് ഇത് തെളിയിക്കണം. തുടർച്ചയായിട്ട് 7 ദിവസം തെളിയിക്കുന്നത് ഏറെ ഗുണകരമായിട്ട് പറയുന്നുണ്ട്. 21 ദിവസം തുടർച്ചയായിട്ട് തെളിയിക്കാമെങ്കിൽ അത്യുത്തമം എന്നും പറയുന്നുണ്ട്. 21 ദിവസം നമ്മൾ തുടർച്ചയായിട്ട് തെളിയിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും 21 ദിവസം തെളിയിക്കാം. അങ്ങനെ വർഷത്തിൽ 2 വട്ടം നമുക്ക് ഇത് തെളിയിക്കുന്നത് ഗുണകരമാണ്. കാര്യം ഈ ഉപ്പുകളൊക്കെ തെളിയിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ ചിലർക്കാണെങ്കിൽ ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യണമെന്നൊക്കെ താല്പര്യം ഉണ്ടാകും. ഒരു കാര്യം ചെയ്യണം, ഈ 21 ദിവസത്തെ വിളക്ക് തെളിയിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 7 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് വിളക്ക് തെളിയിക്കാവുന്നതാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 2 വിളക്ക് കിഴക്കോട്ട് 1 പടിഞ്ഞാറ്റേക്കാണ്. ഇത് തിരിഞ്ഞു പോകരുത്. ഇത് തിരിഞ്ഞു പോയി കഴിഞ്ഞാലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, പടിഞ്ഞാറ്റേക്ക് വെക്കുന്നതിൽ ചില മഞ്ഞളൊക്കെ ഇടാറുണ്ട്. ഇവിടെ ഞാൻ ആ ക്രിയയിൽ മഞ്ഞൾ പറയുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ബേസ് ആയിട്ടിരിക്കുന്ന നമ്മുടെ ഉപ്പുവിളക്കിൻ്റെ കീഴിരിക്കുന്ന ഉപ്പിൽ മഞ്ഞൾ ഇട്ട് ചെയ്യുന്ന കാര്യമുണ്ട്. അത് വേറൊരു തലത്തിലാണ് ചിന്തിക്കേണ്ടത്. അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം, അത് എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതെന്ന്. ഇപ്പോൾ നമുക്ക് ഈ രീതിയിൽ വിളക്ക് തെളിയിക്കാം. അത് ധനപരമായിട്ടുള്ള മികവിന്, കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞു പോകുന്നതിന്, അല്ലാതെ ഈശ്വരീയമായിട്ടുള്ള ഉണർവുകൾ കിട്ടുന്നത്, എല്ലാ കാര്യത്തിലും തടസ്സം നിൽക്കുന്നതിന്, അങ്ങനെ വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് ഗുണപരമായിട്ടുള്ള ഒന്നാണ്. ഇത് പൂജാമുറി ഇല്ലാത്തവർക്ക് ഇത് തെളിയിക്കാമെന്ന് ആദ്യമേ സൂചിപ്പിച്ചിട്ടുണ്ട്. നന്നായിട്ട് പ്രാർത്ഥനയും കൊടുക്കണം. ഈ ഉപ്പുവിളക്ക് തെളിയിച്ചിട്ട് മഹാലക്ഷ്മിയെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഓം ഹ്രീം വരുണായ നമഃ എന്നുള്ള മന്ത്രം 8 ജപിക്കുകയും വേണം. ഓം ഹ്രീം വരുണായ നമഃ, അതായത് കടലിന്റെ സങ്കല്പം, വരുണനെ നമ്മൾ സ്തുതിക്കുന്നു. ഈ രീതിയിലാണ് കടലിൽ നിൽക്കുന്ന വരുണൻ എന്നുള്ള സങ്കല്പത്തിലാണ് ആ മന്ത്രജപം വേണ്ടത്. അപ്പൊ ഇങ്ങനെ തുടർച്ചയായിട്ട് 21 ദിവസം എന്തായാലും നിങ്ങളൊന്ന് തെളിയിച്ചു നോക്കും. നിങ്ങളുടെ ജീവിതത്തിലെ പല പല മാറ്റങ്ങൾ, അത് ധനപരമായിട്ടുള്ള മാറ്റമെന്ന് ഒറ്റയടിക്ക് ഞാൻ പറയുന്നില്ല, അത് പലരും അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ധനപരമായിട്ടുള്ള മാറ്റം മാത്രമല്ല, ജീവിതത്തിലൊരു പുരോഗതി പതിയെ പതിയെ വന്ന് തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ആദ്യമായിട്ട് ചൊവ്വയോ വെള്ളിയോ തന്നെ തുടങ്ങുക, വൈകുന്നേര സമയത്ത് തുടങ്ങുക. ചിലർ ചോദിക്കുന്നത് രാവിലെ സമയത്ത് തെളിയിക്കാൻ പാടില്ലെന്ന്. രാവിലെ തെളിയിക്കാം, അതിന് വിരോധമൊന്നും പറയുന്നില്ല. ചില സമ്പ്രദായങ്ങളിൽ രാവിലെ തെളിയിക്കുന്നുണ്ട്. എങ്കിലും ഊർജ്ജദായകമായിട്ട് ചെയ്യുമ്പോൾ വൈകുന്നേരമാണ്. പുലവാലായ്മകൾ ഉള്ളപ്പോൾ ഇത് തെളിയിക്കേണ്ട. ആർത്തവശുദ്ധിയുള്ള കാലഘട്ടത്തിൽ ആ വ്യക്തികൾ ഇത് തെളിയിക്കേണ്ട, മറ്റൊരാൾക്ക് തെളിയിക്കാം കേട്ടോ. ആ രീതി മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാവുകയാണ്. അതിനു മുമ്പ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ, റെക്കമെൻഡേഷനും ഒക്കെ യൂട്യൂബ് നിങ്ങൾക്ക് അയച്ചു തരും. എങ്കിലല്ലേ നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും
പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോ, മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.